രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടെ റീച്ചാൻ വെളിയിൽ നിന്ന് കുൽച്ച എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു പാക്കറ്റ് കൊണ്ടുവന്നുള്ളൂ. അതെല്ലാവർക്കും തികഞ്ഞില്ല. അപ്പം ഇച്ചിരി മാവ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്ത് ബാക്കിയുള്ളവർക്ക് പൂരി ഉണ്ടാക്കി. അപ്പം പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാനിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് പിന്നെ വെള്ളം കുടിക്കാൻ വെക്കണമായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മത്തങ്ങയും പയറും ഇട്ട് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുടനെ അത് നന്നായി വെന്ത് അതിങ്ങനെ നമ്മുടെ ഈ തൈര് കടയുന്ന മത്തും കൊണ്ട് ഞാനിതൊന്ന് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ അരപ്പൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പ്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്താണ് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയത്. അത് അടപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് തിളക്കട്ടെ. പിന്നെ കടുകൂടെ വറുത്തി അരത്താൽ മതി. പിന്നെ ഒരു മീൻ ഇരിപ്പുണ്ടായിരുന്നു, കേരച്ചൂര. അതെടുത്തൊന്ന് വെട്ടി കറി വയ്ക്കണം. അപ്പോൾ ഞാനിത് തലയൊക്കെ വെട്ടി, നല്ല ഫ്രഷായിട്ടുള്ള മീനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കറി വയ്ക്കട്ടെ. എനിക്കിതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. മീനുകളിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ ചൂരത്തലയാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില അതൊന്ന് വഴന്ന് വന്നോണ്ടേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം ആ പച്ചമണമൊക്കെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയണേ അതിലേക്ക് ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും പുളിവെള്ളവും എല്ലാം ഒഴിച്ച് ആ അരപ്പ് തിളച്ച് വന്നിട്ട് പിന്നെ മീനൂടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അപ്പോൾ മീനുകളെല്ലാം പറക്കി ഇട്ട് കൊടുത്ത് ഞാൻ കറിവേപ്പില ഇട്ട് അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് കറിക്ക് ഞാൻ കടുകൂടെ വറുത്ത് കടുക് ചേർക്കാൻ നേരം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങായും ചേർത്ത് അതൊന്ന് വറുത്ത് പിന്നെ ഇച്ചിരി മുളക് പൊടിയും ഉള്ളിയും കറിവേപ്പിലയിട്ട് കറിക്കകത്ത് ഇപ്പം ചേർത്തിട്ടുണ്ട്. തേങ്ങ ഒരു അരമുറി തേങ്ങയൊക്കെ ഇതിൽ ചേർക്കുവാണെങ്കിൽ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തേങ്ങ ക്ഷാമം കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തന്നേ ഉള്ളൂ. തോരൻ വെക്കുന്നത് കാബേജ് തോരൻ. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുത്ത് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് കഴിഞ്ഞാൽ കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി ഇച്ചിരി കഴിഞ്ഞ് കാബേജിൽ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചാൽ മതി. ചെറിയ തീയിൽ അത് കിടന്ന് വെന്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിന് നമ്മുടെ തോരനും റെഡിയാവും. അപ്പോൾ നമ്മുടെ മീൻകറി കുറച്ച് കഴിഞ്ഞോണ്ടേ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.